എൻ്റയർ വീഡിയോനകത്ത് എനിക്ക് 3 മെസ്സേജസ് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന് മീഡിയനോട്, രണ്ടാമത് എനിക്ക് വീഡിയോനോട് പറയാനുള്ള കാര്യങ്ങൾ, മൂന്നാമത് എനിക്ക് റൈഡേഴ്സിനോട് പറയാനുള്ളത്. പറഞ്ഞു തീർന്നില്ല, ദേ നിൽക്കുന്ന എംപിടി. വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് റിവ്യൂ ഒന്നുമല്ല, ഞാൻ ഈ ബൈക്ക് ആക്ച്വലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കേരളത്തിൽ നിന്ന് വന്നൊരു ന്യൂസ് കാരണമാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അതായത് ഹെൽമെറ്റ് ക്യാമറ ബാൻ ചെയ്തു. അതിൽ എൻ്റെ അഭിപ്രായം എന്താ, കാരണം ഞാൻ ഹോൾ ആൻഡ് ഹോൾ ഈ ചാനൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹെൽമെറ്റ് ക്യാമറ വെച്ചിട്ടാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങളിപ്പോൾ കർണാടകത്തിലല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ. അപ്പം അതുകൊണ്ടൊന്നുമല്ല, ഈ ഒരു ന്യൂസ് ഞാൻ കേൾക്കാൻ തുടങ്ങി 2 ദിവസമായി. പക്ഷേ ഞാൻ MVDയുടെ വെബ്സൈറ്റിൽ കയറി നോക്കി, അവിടെ എവിടെയും ലേറ്റസ്റ്റ് ന്യൂസിനകത്ത് ഒന്നും തന്നെ ഇത് പറയുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അടിവേര് തപ്പിപ്പോയപ്പോഴാണ് മനസ്സിലായത് ഈ റൂൾ ഓൾറെഡി ഉള്ളൊരു സംഭവമാണ്. ഇത് ആക്ച്വലി ഒരു സർക്കുലറിൻ്റെ പേരിൽ മീഡിയ കുത്തിപ്പൊക്കിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ആക്ച്വലി ഞാൻ ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. കാരണം ഒരുപാട് പേര് എൻ്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് ഫുൾ ആൻഡ് ഫുൾ ഹെൽമെറ്റ് ക്യാമറയിൽ ജീവിച്ച് പോകുന്നൊരു ചാനലാണിത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് മീഡിയ കുത്തിപ്പൊക്കിയ ഒരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സർക്കുലർ ഉണ്ട്, ആ ഒരു സർക്കുലറിനെ മീഡിയ വായിച്ചിട്ട് അതിൽ നിന്ന് എന്തൊക്കെ തോന്നുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആക്ച്വലി അതിനകത്ത് പറയുന്നത് തന്നെ 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് പലയിടത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹെൽമെറ്റ് ക്യാമറ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ 1000 രൂപ പിഴയും 3 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്നാണ്. അങ്ങനെ ചെയ്യുമെന്ന് എവിടെയും പറയുന്നില്ല, സാധ്യതയുണ്ടെന്നാണ്. ഇപ്പോൾ ആ ക്യാമറ പിടിച്ചതിന് ശേഷം അതിനകത്ത് കുറേ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ആ പറഞ്ഞ 3 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ അത് മാൻഡേറ്ററി ആയി ചെയ്യുന്നൊന്നുമല്ല പറയുന്നത്. എൻ്റയർ വീഡിയോനകത്ത് എനിക്ക് 3 മെസ്സേജസ് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന് മീഡിയനോട്, രണ്ടാമത് എനിക്ക് വീഡിയോനോട് പറയാനുള്ള കാര്യങ്ങൾ, മൂന്നാമത് എനിക്ക് റൈഡേഴ്സിനോട് പറയാനുള്ളത്. ആദ്യം ഞാൻ മീഡിയനോട് പറയാനുള്ള പറയാം. ഈ അനാവശ്യമായിട്ട് നിങ്ങൾ ഒരുപാട് ന്യൂസിന് ഹൈപ്പ് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാലും ഫാക്ട്സ് ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് ഡ്രിൽ ചെയ്തിട്ടാണ് വെക്കുന്നതെന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയുമെന്ന് അറിയില്ല, ഒരു ഹെൽമെറ്റിനകത്തും, അതായത് ഒരു ക്വാളിറ്റി ഉള്ളൊരു ഹെൽമെറ്റിനകത്തും നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രില്ല് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ അതിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആവും, അതല്ലെങ്കിൽ ആ ഡ്രില്ലർ നമ്മുടെ കയ്യിൽ തുളച്ച് കയറും. അപ്പം ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അല്ല. എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ സ്ട്രാപ്പ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന പോലെ MC എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹെൽമെറ്റിൻ്റെ ക്യാമറേൻ്റെ വ്യൂ ഫൈൻഡറിൽ നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ആക്ച്വലി ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇപ്പം നിങ്ങൾ മീഡിയ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെയൊക്കെ ആദ്യത്തെ സ്റ്റേജിൽ, അതായത് നിങ്ങളൊരു ക്യാമറമാൻ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് തിരിച്ച് വന്നിട്ട് ഒന്നും കിട്ടാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ട് പഠിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എങ്ങനെ ക്യാമറ വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതൊരു വ്യൂ ഫൈൻഡറിൽ നോക്കി ചെയ്യുന്ന ഒരു സെറ്റപ്പ് അല്ല. കാരണം വ്യൂ ഫൈൻഡറിൽ ഇത് കാണാനേ പറ്റില്ല. വണ്ടി നിർത്തിയതിന് ശേഷം മാത്രമേ എന്താ റെക്കോർഡ് ചെയ്തെന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. പിന്നെ പറയുന്നുണ്ട് പിന്നിലും മുന്നിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന്. അതിൻ്റെ പേര് 360 ക്യാമറ എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി ഒന്ന് റിസർച്ച് ചെയ്യുക ഒരു ന്യൂസ് കൊടുക്കുന്ന സമയത്ത്. കാരണം നിങ്ങൾ പറയുന്ന ന്യൂസൊക്കെയാണ് വീട്ടിലിരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നത്. അപ്പോൾ അവരുടെ വിചാരം, ഓക്കെ നിങ്ങൾ പറയുന്നത് ഓൾ ഐഡിയൽ തിങ്സ്, നിങ്ങൾ ന്യൂസ് എത്തിക്കണം, പക്ഷേ അതിനകത്ത് മസാല ചേർക്കുന്നതിനൊക്കെ ഒരു അളവുണ്ട്. അതൊന്ന് കണക്കിൽ വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് റൈഡേഴ്സിനോടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇതിപ്പോൾ എന്താണ് ഈ ഒരു ഇഷ്യൂ വീണ്ടും പൊങ്ങാനുള്ള കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് വീണ്ടും പോലീസിനോടുള്ള അക്രമങ്ങൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പോലീസിനോടുള്ള അക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോസിനകത്തും, അതായത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന, യൂട്യൂബിൽ കാണുന്നതായിട്ടുള്ള വീഡിയോസിലെല്ലാം തന്നെ പോലീസിൻ്റെ മെക്കട്ടേക്ക് കയറുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. കാരണം നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയതിനേക്കാളും കൂടുതലൊക്കെ ബൈക്കിന് മുകളിൽ ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളുടെ ഈ ജനറേഷന് മുമ്പുണ്ടായിരുന്ന ഒരു ജനറേഷനും ലോ ആൻഡ് ഓർഡറിൻ്റെ മെക്കട്ടേക്ക് കയറിയിട്ടില്ല. കാരണം അത് വേറെയാണ്. കാരണം ഹോബി ഈസ് സംതിങ് വിച്ച് വി ഓൾവേസ് കീപ് ടു അവർ സെൽഫ്. അതിനകത്തേക്ക് ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരാനൊന്നും നിൽക്കരുത്. കാരണം അങ്ങനത്തെ ഒരു ലോ ആൻഡ് ഓർഡർ ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഹോബീൻ്റെ മുകളിൽ തന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, പോലീസുകാരെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചിട്ട് വേഗം വണ്ടി എടുത്തുകൊണ്ട് പോകുക, അതായത് വണ്ടി ഇങ്ങനെ വെട്ടിച്ചുകൊണ്ട് പോകുക അതിനിടയിൽ കൂടെ, പോലീസുകാരുടെ ഇടയിൽ കൂടെ. പിന്നെ നമ്പർ പ്ലേറ്റ് കവർ ചെയ്ത് വെക്കുക. അപ്പം ഒരു ഒഫൻസിന് പിടിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ കാശൊന്നും ഉണ്ടാവില്ല.
അപ്പം നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത്, നമ്മൾ പോലീസുകാരോട് സംസാരിക്കാൻ വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഒരുപാട് തവണ പോലീസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. അതായത് ഇവിടെ ബാംഗ്ലൂരായിട്ടും അതല്ല ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പം വയനാട് വെച്ചിട്ട് ചെക്കിംഗ് ഉണ്ട്. അവിടെ MVDയും ചെക്ക് ചെയ്യാറുണ്ട്, നോർമൽ പോലീസ് ചെക്ക് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മൾ എങ്ങനെ അവരോട് പെരുമാറുന്നോ അതിൻ്റെ 2x ടൈംസ് ആണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അതായത് ഇപ്പം നമ്മൾ സൗമ്യമായി സംസാരിച്ചാൽ അവർ വളരെ വളരെ സൗമ്യമായിട്ട് നമ്മളോട് സംസാരിക്കുള്ളൂ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതല്ല നമ്മൾ അങ്ങോട്ടേക്ക് കുണയ്ക്കാനാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല കുണ ഇങ്ങോട്ടേക്ക് തിരിച്ചു തരും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ പിടിച്ചിട്ട് ഫുൾ റൈഡിംഗ് ഗിയർ മുഴുവൻ ചെക്ക് ചെയ്യാറുണ്ട്. അത് അവരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താ സ്റ്റഫ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ലിറ്ററലി അത് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും. ബാഗിൽ എന്താ വല്ല എലിയുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ലിറ്ററലി ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നിരിക്കും. അല്ലാതെ പോലീസുകാരുടെ അടുത്ത് നിന്ന് ഒളിച്ചോടാനോ, ഒരിക്കലും ഒരു പോലീസുകാരുടെ അടുത്ത് നിന്ന് ഒളിച്ചോടാനോ ഇവൈഡ് ചെയ്യാനോ ശ്രമിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഗെയിമല്ല. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ലോ ആൻഡ് ഓർഡർ ടീം എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി ട്രെയിൻ ഫോർ ദിസ്. അതായത് ഒരുത്തൻ ഓടിയാൽ അവനെ എങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ കോഴ്സും കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഏമാന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ വെറുതെ പോയി കൊളുത്തണം. ഇത് ഞാൻ ആദ്യമേ പറയുന്നത്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുമൊന്നുമല്ല. ഈ ഒരു കാലഘട്ടം മുഴുവനും കഴിഞ്ഞ് വന്ന് ഒന്ന് തിരിഞ്ഞ് നോക്കുന്നൊരു സമയത്ത് കുറേ പൊട്ടത്തരം ഞാനും കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നതെന്നുള്ളൂ. പിന്നെ അന്ന് ഞാൻ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴും എന്നെ ഉപദേശിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഉപദേശിക്കാന്നല്ല, ഞാനിപ്പോൾ പറയാണ്, ഞാൻ തിരിച്ചു വന്നിട്ട് പറയണേ, എടാ ഞാൻ 80 വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ പടയെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കിട്ടാറൊക്കെ ഉണ്ട്. അതും വീട്ടിൽ ചെന്നിട്ടല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ. അപ്പം അതുപോലുള്ള ഫ്രണ്ട്സ് സർക്കിളും അന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, അതായത് ഈ ഒരു അപകടം പറ്റി കഴിയുന്ന ഒരു സമയത്ത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അതായത് ചിലപ്പം അപകടത്തിൽപ്പെട്ട ഒരാൾ ചത്തു, അത് ഞാൻ ടു ദ കോറാണ് പറയുന്നത്. കാരണം സംഭവിച്ചു കഴിയുന്ന സമയത്ത് ആണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകളൊക്കെ കാണുന്നത്. അതായത് സ്ലോ മോഷൻ പാട്ടും സാഡ് BGMഉം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു റീൽ ഉണ്ടാക്കി തരും, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ. അതല്ലാതെ വേറെ ഒരു ബെനിഫിറ്റും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് അറിയുന്നില്ല. ഇപ്പം ഞാൻ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ തന്നെ പല റിവ്യൂസും എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ സ്പീഡ് ചെയ്യുന്നുണ്ട്. പിടിക്കണം എന്ന് വിചാരിച്ചാൽ MVDക്ക് എന്നെ എന്ന് വേണേൽ പിടിക്കാവുന്നതാണ്. അതിപ്പോൾ കേരളം MVDക്ക് അല്ല, കർണാടക MVDക്കും. ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഈ MVD വേഴ്സസ് റൈഡേഴ്സ്, ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ആൾക്കാരായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളൂ. ഇന്ത്യയിൽ വേറെ എവിടെ ഇത് ചെയ്യാത്തതാണോ? ഇന്ത്യയിൽ വേറെ എവിടെ റൈഡേഴ്സ് ഇല്ലാത്തതാണോ? അല്ല. കാരണം തിരിച്ചു കയറിയാനുള്ള ഒരു പ്രവണത നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണ്. ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്യുന്നതിന് ഒരു മാന്യതയുണ്ട്, തിരിച്ച് ചോദിക്കുന്ന ഒരു ഡെക്കറുണ്ട്. അതൊക്കെ ഒന്ന് പാലിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു വളരെ നല്ലവനാണെന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. എൻ്റെ വീഡിയോസ് നോക്കിയാൽ മതി, എൻ്റെ റിവ്യൂസിനകത്ത് തന്നെ ഉണ്ട്, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. 1-2 ഓഫീസേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് യെസ് ദ ഇൻറ്റൻറ്റ് ഓഫ് ദ വീഡിയോ ഇസ് എ റിവ്യൂ, അതുകൊണ്ട് മാത്രമാണ് നിന്നെ വെറുതെ വിടുന്നത്, അതല്ലാതെ നീ അത് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ന് നിന്നെ പിടിച്ചൊന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക, ചൊറിയാതിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഫൈനലി എനിക്ക് റൈഡേഴ്സിനോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിൽ നിൽക്കുന്ന MVDൻ്റെ ആൾക്കാർ, അതായത് പോലീസുകാരോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ മേലേന്ന് കിട്ടുന്ന സർക്കുലറിനെ ബേസ് ചെയ്തിട്ടാണ് അവർ നിയമം നടപ്പാക്കുന്നത്. അവരായിട്ട് ഇട്ട നിയമമല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അത് എടുത്ത് മാറ്റാനും പറ്റില്ല. ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ടൈംസ്, അതായത് ബേസ്ഡ് ഓൺ ലോജിക്കൽ ബ്രെയിൻ വേണമെങ്കിൽ ആ പാവം പയ്യൻ എന്ന് പറഞ്ഞ് വിട്ടേക്കാം, അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ അവരോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അഥവാ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ വേണം, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ നിയമം കൊണ്ടുവരുന്ന ആൾക്കാരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ വീഡിയോൻ്റെ 3rd പാർട്ടിലേക്ക് കിടക്കാം. ഇത് മോട്ടോർ വാഹന വകുപ്പിനോടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അതായത് ഞാൻ പറഞ്ഞു, ഇത് റോഡിൽ നിൽക്കുന്ന പോലീസുകാരോടുള്ളതല്ല, ഈ നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരോട് കുറച്ച് പറയാനുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഒരു ഹെൽമെറ്റുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നത് ഒരിക്കലും അപകടകരമായിട്ടുള്ള കാര്യമല്ല. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഡാഷ് ക്യാമറയും ഹെൽമെറ്റ് ക്യാമറയും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മുടെ നാട്ടിൽ മാത്രമായിട്ട് ഒരു ത്രെറ്റായിട്ടൊക്കെ വരുന്നത്? ഒരിക്കലുമല്ല. പിന്നെ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെയുള്ള ചില ഷോ ഓഫും കാര്യങ്ങളും കൊണ്ടാണ് നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവുന്നതെന്നുള്ള കാര്യം വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ അടുത്ത് മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 1-2 ഹിന്ദിക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിലേക്ക് റൈഡ് ചെയ്യാനൊന്നും വലിയൊരു താല്പര്യമില്ല, കുറച്ച് പേടിയൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളവിടെ വന്ന് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ക്യാമറ പിടിക്കും, ഞങ്ങൾക്ക് അവിടെ വന്നാൽ ട്രാവൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള ടൂറിസമാണ് ആക്ച്വലി അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അവർ വന്ന് ഇതൊക്കെ ചെയ്ത് തിരിച്ചു പോയാൽ മാത്രമേ അവരുടെ നാട്ടിൽ കാറുമായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ നാട് കാണാനൊക്കെ വരുള്ളൂ. ആക്ച്വലി പറഞ്ഞാൽ ഇത് വേറൊരു രീതിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ടൂറിസത്തിന് തന്നെ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സംഭവം ഉപജീവനമാർഗ്ഗമാക്കിയ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ട്രാവൽ വ്ളോഗിങ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ റിവ്യൂസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നെല്ലും പതിരും വേർതിരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് ഒരു ചെറിയൊരു സജഷൻ. കാരണം ഞാനിപ്പോൾ ഒരു സംഭവം പറഞ്ഞത്, ഇപ്പോൾ ഹെൽമെറ്റിലെ ക്യാമറ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെസ്റ്റിലേക്ക് മാറ്റും. കാരണം ചെസ്റ്റ് മൗണ്ട് ക്യാമറാസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്.
ചെസ്റ്റിൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോൾഡറിലേക്ക് മാറ്റും, ഷോൾഡർ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹാൻഡിലേക്ക് മാറ്റും. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ ശരീരത്തിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബൈക്കിന് മുകളിൽ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഈ ഹെൽമെറ്റിൽ വയ്ക്കുന്ന ഒരു ക്യാമറ ബാൻ ചെയ്യുന്നത് അപകടങ്ങൾ കുറയ്ക്കൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത് ഞാൻ കണ്ട ഒരു അപകടം ഉണ്ടായിരുന്നു. ആക്ച്വലി അത് ഏതാണെന്ന് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 2 പേര് മരിച്ചുപോയി. പക്ഷേ ആ അപകടം സംഭവിച്ച സമയത്ത് ഷൂട്ട് ചെയ്തിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹെൽമെറ്റ് ക്യാമറ ഒന്നും ആയിരുന്നില്ല, മൊബൈൽ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് കയ്യിൽ പിടിച്ചൊരു മൊബൈൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ആ അപകടം സംഭവിച്ചത്. അപ്പം എന്തെങ്കിലും ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും, പിന്നെ അത് പിടിച്ചിട്ട് ആൾക്കാർ കയറി വരും ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, ബാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു തീർന്നില്ല, ദേ നിൽക്കുന്ന പിടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പും മോഡിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലീഗലി പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്നിലൂടെ സമീപിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഏതെങ്കിലും രീതിയിൽ ലീഗലി മൂവ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെറ്റീഷനോ അങ്ങനെ പെറ്റീഷന് കുറച്ച് ആൾക്കാർ വേണം, അങ്ങനെ എന്തെങ്കിലുമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. ഈ വീഡിയോന് എന്തെങ്കിലും ഔട്ട്കം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തീർച്ചയായിട്ടും അഭിപ്രായം ഉണ്ടാവുമെന്ന് അറിയാം. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു സംഭവം തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ അഭിപ്രായം എന്ന് പറയുന്നത് സഭ്യമായ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ, അതായത് ആരും നോവിക്കാത്ത രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, അത്രേ ഉള്ളൂ ഈ വീഡിയോ.